ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ഷോപ്പിംഗ് ചെയ്താലോ? ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അവിടെ വെച്ചിട്ട് അമ്മ ഞങ്ങൾക്കൊരു ടാസ്ക് തന്നു. ടാസ്ക് എന്തെന്നാൽ ഞങ്ങളുടെ നെയിമിലുള്ള ലെറ്റേഴ്സ് യൂസ് ചെയ്തുള്ള സാധനങ്ങൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. ആദ്യം നന്ദൂട്ടനാണ് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തത്. നന്ദൂട്ടൻ എൻ വെച്ചിട്ട് സെലക്ട് ചെയ്തത് നോട്ട്ബുക്ക് ആയിരുന്നു. നന്ദൂട്ടൻ്റെ നെയിമിലെ സെക്കൻഡ് ലെറ്ററായ എ വെച്ചിട്ട് നന്ദൂട്ടൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഹെൽപ്പോട് കൂടിയാണ് നന്ദൂട്ടൻ ആക്രിലിക് പെയിന്റ് എടുത്തത്. അടുത്ത ലെറ്ററായ എൻ വെച്ചിട്ട് നന്ദൂട്ടൻ നെയിം സ്ലിപ്പാണ് എടുത്തത്. ടി വെച്ചിട്ട് ആദ്യം നന്ദൂട്ടൻ റെഡ് ക്ലേ ആണ് എടുക്കാനായി പോയത്. പിന്നെ നന്ദൂട്ടൻ ഡൈസ് പോയി എടുത്തു. നന്ദൂട്ടൻ ഐ വെച്ച് ഇഗ്ലു തപ്പിക്കൊണ്ട് നടക്കുകയായിരുന്നു. നന്ദൂട്ടൻ അറിയത്തില്ലല്ലോ അവിടെ ഇഗ്ലു ഒന്നും ഇല്ലെന്ന്. ഞങ്ങളുടെ ഹെൽപ്പോടെ നന്ദൂട്ടൻ ഇങ്കാണ് എടുത്തത്. കെ വെച്ചിട്ട് നന്ദൂട്ടൻ ഒറ്റൊരോട്ടം എവിടെയാണെന്നറിയാവോ? കീ ചെയിൻ്റെ സെക്ഷനിൽ. നന്ദൂട്ടൻ ഓടിച്ചെന്ന് ഒരു കീ ചെയിൻ ആണ് എടുത്തത്. അതും നന്ദൂട്ടൻ്റെ ഫേവറേറ്റ് കളറായ ഗ്രീൻ കളർ. ഈ വെച്ചിട്ട് ഒന്നും ചിന്തിക്കാതെ തന്നെ നന്ദൂട്ടൻ ഓടിച്ചെന്ന് നന്ദൂട്ടൻ്റെ കൂട്ടുകാരൻ്റെ കണക്കത്ത് ഇറേസറാണ് എടുത്തത്. എസ് വെച്ചിട്ട് സ്റ്റിക്കി നോട്ടുമാണ് എടുത്തത്. എച്ച് വെച്ചിട്ട് നന്ദൂട്ടൻ ചേച്ചിയുടെ കയ്യിലുള്ള കളർ പെൻ വേണമെന്നാണ് പറഞ്ഞത്. ലാസ്റ്റാണ് നന്ദൂട്ടൻ ഹൈലൈറ്റർ ആണ് ഉദ്ദേശിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ എച്ച് വെച്ച് ഹൈലൈറ്റർ സെലക്ട് ചെയ്തു. അങ്ങനെ നന്ദൂട്ടൻ്റെ ടാസ്ക് കഴിഞ്ഞു. അടുത്തത് എൻ്റെ ടാസ്ക് ആണ്. എൻ്റെ ഫസ്റ്റ് ലെറ്ററായ എസ് വെച്ചിട്ട് ഞാൻ എടുത്തത് സ്റ്റിക്കി നോട്ടാണ്. സെക്കൻഡ് ലെറ്ററായ എച്ച് വെച്ചിട്ട് എടുത്തത് ഒരു പിങ്ക് കളർ ഹാറ്റാണ്. ഐ വെച്ചിട്ട് നന്ദൂട്ടൻ ഇങ്കാണ് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐ വെച്ചിട്ട് എടുത്തത് ഇങ്ക് പെന്നാണ്. ഞാൻ നോക്കിയിട്ട് ഇങ്ക് പെൻ കാണാത്തോണ്ട് ആൻറ്റിയാണ് എനിക്ക് ഇങ്ക് പെൻ എടുത്തു തന്നത്. വി വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. എൻ്റെ മനസ്സിൽ വേസ് എന്നാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഒരു വേസ് എടുക്കാനായി പോയി. എൻ്റെ ഫോർത്ത് ലെറ്ററായ വി എനിക്ക് അല്പം ഡിഫിക്കൽട്ടായിട്ട് തോന്നി. ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേസ് ആയിട്ടാണോ തോന്നുന്നത്, പെൻ ഹോൾഡർ ആയിട്ടാണോ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ നെക്സ്റ്റ് ലെറ്റർ എ ആയിരുന്നു. എ വെച്ചിട്ട് ഞാൻ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തത്. എൻ വെച്ചിട്ട് ഞാൻ എടുത്തത് നോട്ട് പാഡാണ്. എൻ്റെ ലാസ്റ്റ് ലെറ്ററായ ഐ വെച്ചിട്ട് ഞാൻ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുത്തത്. അങ്ങനെ എൻ്റെ ടാസ്കും ഫിനിഷായി. ഞങ്ങൾ വന്ന ഈ ഷോപ്പിൽ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിക്കണമെന്നുണ്ട്. ഈ ഷോപ്പിൽ മെയിനായിട്ട് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളും ആർട്ടിൻ്റെയും സ്കൂൾ ഐറ്റംസുമാണ് ഉള്ളത്. ടോയ്സും ഉണ്ട്. ഇവിടെ ഷോപ്പിങ്ങിന് വരുമ്പോൾ അവിടുത്തെ ആൻറ്റിയും അങ്കിൾമാരും നല്ലതുപോലെയാണ് ഞങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങൾ അവിടെ നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ആൻറ്റിമാരോട് പറഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വരും. അതാണ് എനിക്ക് വളരെ ഇഷ്ടമായത്. അവിടുത്തെ എല്ലാ സ്റ്റാഫ്സും നമ്മളോട് സ്നേഹത്തോടെയും ഫ്രണ്ട്ലിയോടെയുമാണ് പെരുമാറുന്നത്. ഇതുവരെ ഞാൻ ഈ ഷോപ്പിന്റെ നെയിം പറഞ്ഞില്ലല്ലോ. ഇതാണ് നമ്മുടെ ആലപ്പുഴ YMCAക്ക് കിഴക്ക് വശത്തുള്ള PA ജോർജ് ആൻഡ് കമ്പനി. വീഡിയോയിൽ സാരി ഉടുത്ത ആൻറ്റിയാണ് ഇതിന്റെ ഓണർ. ആൻറ്റിക്ക് കുട്ടികളോട് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ഇവിടെ സാധനങ്ങൾക്കൊക്കെ വളരെ വിലക്കുറവാണ്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. ബൈ.